ഇങ്ങോട്ട് തിരിച്ചു വന്നാലേ ഞാൻ നിന്നെ വെറുതെ വിടില്ല. ചേടാ, എത്ര നേരാന്ന് വെച്ചാ അങ്ങനെ കുത്തിയിരിക്കുന്നത്? രംഗീലയുടെ കളർഫുള്ളായ സ്നാക്സ് ഇല്ലാതെ പിക്നിക് എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്? താങ്ക് യു രംഗീല. വരുൺ, മൈര, ഒന്ന് വേഗം വാ, അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പൊ തണുത്ത് പോവും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്, അറിയാമോ? താങ്ക് യു രംഗീല. നല്ല ഉയരത്തിൽ ഊഞ്ഞാലാട്ടാൻ പറഞ്ഞത്. ഈ പെണ്ണിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല, പിന്നിൽ നിൽക്കാൻ പറ്റില്ല. എവിടെ നിന്നാലും സേഫ് അല്ല. മര വരുൺ, സൂക്ഷിച്ചു കളിക്കണം കേട്ടോ. വളരെ കുറഞ്ഞ വിലയേ ഉള്ളൂ, വാങ്ങിച്ചോളൂ. ഈ കാറ്റിന്റെ സൗണ്ട് എവിടുന്നാ വരുന്നത്? ഈ രുദ്ര ഇപ്പൊ എന്താ തെരഞ്ഞോണ്ടിരിക്കുന്നത്? വരുൺ, മൈര, വരൂ, നമുക്ക് പോയി നോക്കാം. അതെന്താന്ന് അറിഞ്ഞാ പറ്റൂ, വാ നമുക്ക് നോക്കാം. രുദ്ര, നീ എന്തായി തെരഞ്ഞോണ്ടിരിക്കുന്നത്? ഞങ്ങളോടൊന്ന് പറയ്. ഒരു മിനിറ്റ്, അതെന്താന്ന് ഇപ്പൊ തന്നെ കണ്ടെത്തി പറയാം. ഇവിടുന്ന് ഒന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. വാ നമുക്ക് താഴെ ചെന്ന് നോക്കാം. നീ ആരാ? എവിടുന്നാ വന്നിരിക്കുന്നത്? നീ വേഗം നിന്റെ കാറ്റിനെ കൊണ്ടുപോയിക്കോ, അതെന്റെ ഡോഗിനെ ഡിസ്റ്റർബ് ചെയ്യാണ്. ഓ, എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ക്യാറ്റ് ഡോഗിയെ ഡിസ്റ്റർബ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഡോഗീസ് അതാണ് എന്റെ കാറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഞാൻ എന്റെ കാറ്റ്സിന് വേണ്ടിട്ട് ഈ ഡോഗ്സിനൊക്കെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. മിയാവ് മിയാവ് അങ്ങനെ ഞാൻ ശബ്ദിക്കും, നിങ്ങളെ അടുത്തേക്ക് വിളിക്കും, നിങ്ങൾ മാറിപ്പോവും. ക്യൂട്ടി കാറ്റ്, എന്റെ ഈ കളി വളരെ വ്യത്യസ്തമാണ്. അല്ല, ഈ ഡോഗീസിന് എന്താ പറ്റിയത്? നീ എന്താ എന്റെ ഡോഗീസിനെ കാണിച്ചു വെച്ചത്? എന്റെ സോളിഡ് ബ്രൂണോ കരഞ്ഞോണ്ടിരിക്കുക. ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിങ്ങളെല്ലാവരും എന്നെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളെ എല്ലാവരും ഒരു വഴിയാക്കും. അല്ല, ഇതാരാ? എന്റെ വോയിസ് വളരെ സ്വീറ്റ് ആണ്, അതുകൊണ്ട് ജനങ്ങൾ ഓടി വന്നത് കണ്ടില്ലേ? അതുപോട്ടെ, നിങ്ങൾ എല്ലാവരും എവിടുന്നാ ഇങ്ങോട്ട് ഓടി വന്നത്? ഞങ്ങളുടെ കാര്യം വിട്ടേക്കോ. ഒരു കാര്യം പറയൂ, നിങ്ങൾ ആരാണ്? ഇവിടേക്ക് എന്തിനാ വന്നിരിക്കുന്നത്? ഞാനോ? ഞാനാണ് മജീഷ്യൻ കാട്രീന. ഞാൻ ഈ വഴി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സൺസിറ്റി കണ്ടത്. എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഒരല്പസമയം ഇവിടെ ചെലവഴിക്കാമെന്ന് കരുതി. പക്ഷെ ഈ ജനങ്ങളുണ്ടല്ലോ, ഇവർക്കാർക്കും എന്റെ കാറ്റ്സിനെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവരെയും ഒറ്റയടിക്ക് കാറ്റ്സ് ആക്കി മാറ്റിക്കളയാമെന്ന്. അപ്പൊ പിന്നെ ആർക്കും പ്രശ്നമുണ്ടാവില്ലല്ലോ, അല്ലേ?
നിങ്ങൾ ചെയ്തതൊക്കെ വളരെ തെറ്റാണ്. നിങ്ങൾ ഡോഗീസിനെ കാറ്റിനെ പോലെ മാറ്റിയത് ഞാൻ കണ്ടതാണ്. ഇതൊക്കെ വളരെ തെറ്റാണ്. നിങ്ങൾക്ക് ഈ സാൻസിറ്റിയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യാം. ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. ഓഹോ, നീ ആളൊരു കുട്ടിയാ, പക്ഷേ വലിയ ആൾക്കാരെ പോലെയാണല്ലോ സംസാരം. സോറി, ബട്ട് നോ സോറി. എനിക്ക് എന്ത് തോന്നിയാലും അത് ഞാൻ ചെയ്തിരിക്കും. പക്ഷേ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, മനസ്സിലായല്ലോ? മജീഷ്യൻ കാട്രീന, രുദ്രയുടെ പ്രായത്തെയും അവന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഹാ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? രുദ്ര, നീ എന്തിനാ അവൾക്ക് ഇത്രയും സമയം കൊടുക്കുന്നത്? ഒരു ഒറ്റ അടിക്കങ്ങ് അടിച്ച് ഫ്ലാറ്റ് ആക്കിയേക്ക്. എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? എങ്കിൽ ഇനി കണ്ടോ, മിയാവ് മിയാവ് ഞാൻ ശബ്ദിക്കും, നിങ്ങൾ എല്ലാവരെയും അടുത്തോട്ട് വിളിക്കും, പിന്നെ എല്ലാവരും ക്യൂട്ടി കാറ്റായി മാറും. ഇതാണ് എന്റെ വ്യത്യസ്തമായ കളി. എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ ഓക്കെയാണ്. ചേടാ, ഇതെന്താ? ചേട്ടാ, അതുപോലത്തെ പ്രശ്നമില്ലോ. രുദ്ര, എനിക്ക് എന്താ പറ്റിയത്? ഒരുപാട് സംസാരിച്ചാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ നിന്റെ രുദ്രയ്ക്ക് പോലും നിന്നെ സഹായിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഇവൻ പോലും ഹെൽപ്ലെസ് ആണ്, അല്ലേ? ഞങ്ങള് ഹെൽപ്പിന്റെ കാര്യം മറന്നേക്കാം. ഒരു കാര്യം ആലോചിക്കുക, നിന്നെ രക്ഷിക്കാൻ ആര് വരുമല്ലോ. രുദ്ര, ഇത് വഴക്കിടാനുള്ള സമയമല്ല. നീ പറഞ്ഞത് ശരിയാണ് മൈര. ശരി, ഞങ്ങൾ സിറ്റി ഒന്ന് കണ്ടിട്ട് വരാം. മിയാവ്. നല്ല മനോഹരമായ കൊട്ടാരം. ഇനി മുതൽ ഇത് എന്റേതായി മാറും. ക്യൂട്ടി കാറ്റ്സ്, ഈ കൊട്ടാരം നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ? മിയാവ്. അകത്തെല്ലാം വളരെ ടിപ് ടോപ്പ് ആണല്ലോ. മിയാവ്. ടിങ് ടിങ്. പക്ഷേ ഇവിടെ എന്തോ ഒരു കാര്യം കുറവുണ്ടല്ലോ. ഇപ്പൊ ശരിയായി. അല്ല, ആരാ നീ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ മുത്തശ്ശിയുടെ ആ പോർട്രേറ്റ് എടുത്ത് മാറ്റും. മര്യാദക്ക് നിന്റെ കാറ്റ്സിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് പൊയ്ക്കോളാണ് പറഞ്ഞത്. I am Katrina. ഈ കാറ്റ്സ് എന്റേതാണ്. ഇവരിപ്പോൾ ഭയങ്കര വിശപ്പിലാണ്. ഇപ്പൊ നീ മിണ്ടാതെ ചെന്ന് ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുത്തോണ്ട് വാ. ആ പിന്നെ ഇവർക്കൊക്കെ ഫിഷസ് ഭയങ്കര ഇഷ്ടമാ. നിന്നെ പോലെയുള്ള ആളുകൾ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല. ഇവിടെ മുത്തശ്ശന്റെയും പിന്നെ രുദ്രയുടെയും മാത്രം ഓർഡറേ ഞാൻ സ്വീകരിക്കാറുള്ളൂ. ഓ, രുദ്ര. അവൻ എപ്പോഴേ പേടിച്ച് സ്ഥലം വിട്ടു. ഇനിയിപ്പോ അടുത്തത് നീയാണ്. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലെങ്കിൽ വേണ്ട. പക്ഷേ ആദ്യം നിന്റെ മുഖമൊന്ന് കണ്ണാടിയിൽ ചെന്ന് നോക്ക്. Meow, 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 meow. Meow, meow. ഇനിയിപ്പോ ഞാൻ പറഞ്ഞതെല്ലാം നീ ചെയ്യുമല്ലോ അല്ലേ? Meow, 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 meow. Thank you, thank you, thank you. ഇനി നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ചെന്ന് എനിക്ക് ഫിഷ് എടുത്തോണ്ട് വാ. രുദ്ര, ഇത് കാറ്റ് മജീഷ്യൻ റിലേറ്റഡ് ബുക്കാണ്. ഞാൻ വായിക്കാം. കണ്ടില്ലേ, കുഴി വെട്ടിയിട്ടും എലി പുറത്തു വന്നില്ല. ഇതിലും ഒന്നും ഇല്ലെന്നേ. രുദ്ര, കാറ്റിന്റെ കഴുത്തിൽ എന്തോ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടുമെന്നാ തോന്നുന്നേ.
കാറ്റിന്റെ വോയിസ് പോലെ സ്വീറ്റ് സ്വീറ്റ് വോയിസ്. അങ്ങനെ ഒരു അത്യാഗ്രഹം ഉണ്ടായാൽ അതോടെ എല്ലാ പ്രശ്നവും സോൾവ് ആകും. രംഗീല, മുത്തശ്ശൻ എപ്പോഴും ഒരു കാര്യം പറയും, അത്യാഗ്രഹം നല്ലൊരു മനുഷ്യന്റെ ബുദ്ധിയെയും മനസ്സിനെ പോലും ഡെസ്ട്രോയ് ചെയ്യുമെന്നാണ്. അത് വെച്ചാണ് നമ്മൾ ഇപ്പൊ കളിക്കാൻ പോകുന്നത്. കാട്രീനയ്ക്ക് അത്യാഗ്രഹം ഉണ്ടാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ആവും. ലെറ്റ്സ് ഗോ. താങ്ക് യു അലാസ സർ. ഓൾവേസ് വെൽക്കം രുദ്ര. ഓൾ ദി ബെസ്റ്റ്. സൺ സിറ്റിയിലെ മാന്യ മഹാജനങ്ങളെ കേട്ടോളൂ. ഇന്നത്തെ ഈ ദിവസം മുതൽ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം. ഈ സിറ്റി ഞങ്ങളുടേതാണ്. ഞങ്ങൾ മുത്തശ്ശനും രുദ്രയും പറയുന്നത് മാത്രമേ അനുസരിക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞ നീ കേൾക്കില്ല അല്ലേ? നിങ്ങൾക്കാർക്കും എന്നെ കുറിച്ചും എന്റെ പവറിനെ കുറിച്ചും മാറിയില്ലെന്നാണ് തോന്നുന്നത്. ലെറ്റ് മീ ഷോ. മിയാവ് മിയാവ്. ഞാൻ ശബ്ദിക്കും. സോറി, ടൈം അപ്പ്. കട്രീനോ, ഞങ്ങൾ ജനങ്ങളെ പഴയതുപോലെ മാറ്റ്, അല്ലെങ്കിൽ ഇതിനൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. കാട്രീനയോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ നീ വീണ്ടും വന്നു അല്ലേ? കഴിഞ്ഞ തവണ നീ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ നിനക്ക് ഓടി രക്ഷപ്പെടാനുള്ള അവസരം ഞാൻ തരില്ല. കം, ലെറ്റ്സ് ഹാവ് എ ഫൈറ്റ്. കട്രീന, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെ ഒരിക്കലും സംശയിക്കരുത്. രംഗീല, നിങ്ങൾ എല്ലാവരും എങ്ങോട്ടാ ഓടുന്നത്? തിരിച്ചു വാ. രുദ്ര, നീ എന്റെ കാറ്റ്സിനെ എന്നിൽ നിന്നും വേർപെടുത്തി. ഇനി ഞാൻ നിന്റെ കൂട്ടുകാരെ ആരെയും വെറുതെ വിടില്ല. മിയാവ് മിയാവ് എന്ന് ഞാൻ ശബ്ദിക്കും. നിങ്ങളെ എന്റെ അടുത്തേക്ക് വിളിക്കും. നിങ്ങൾ എല്ലാവരും ക്യൂട്ടി കാറ്റ്സ് ആയി മാറും. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കും. വരുൺ മൈര, നിൽക്കൂ, ഞാൻ വരാം. രുദ്ര, നീ എങ്ങോട്ടോടിയാലും ഞാൻ നിന്നെ വെറുതെ വിടില്ല. കട്രീന, ഞാൻ എവിടെയുണ്ട്? വാ, വന്നെന്നെ പിടിക്ക. Ibaiska, Zibaiska, Magical Laser Creator. എവിടെ പോയി? എങ്ങോട്ടാ പോയത്? നിനക്ക് എന്റെ അടുത്തൊന്ന് രക്ഷപ്പെട്ടോടാൻ പറ്റില്ല രുദ്ര. രുദ്ര, നീ ഇനി രക്ഷപ്പെടില്ല.
രുദ്ര, നീ എന്നെ എന്തിനാ ഈ ആൻഡ് ഹില്ലിലേക്ക് കൊണ്ടുവന്നത്? തീർച്ചയായും നീ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് ആൻഡ് ഹിൽ അല്ല, റാഡ് ഹിൽ ആണ്. ജിബൈസ്കോ ജുബൈസ്കോ റാഡ് പൊളിറ്റോ. നിന്നെ ഞാൻ വെറുതെ വിടില്ല രുദ്ര. ജിബൈസ്കോ ജുബൈസ്കോ ബൂം ചെക്ക് ചെക്ക് ബൂം. കെട്രീന മജിഷ്യൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ നിന്നെ വിട്ടേക്കാം, പക്ഷെ നീ എല്ലാരെയും പഴയതുപോലെ മാറ്റിട്ട് ഇവിടെ നിന്ന് സ്ഥലം വിടണം, ഓക്കേ? ശരി, സമ്മതിച്ചു. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. നീ എന്റെ കെട്ടഴിച്ചു വിട്. ഞാൻ ശബ്ദിക്കും. ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്ന് കളിക്കും. നിങ്ങൾ എല്ലാവരും പഴയതുപോലെ മാറിക്കോ. ഞാനും തിരിച്ചെന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. Meow, meow, meow. രുദ്ര, ഇത്തവണ നീ രക്ഷപ്പെട്ടു. പക്ഷേ വീണ്ടും ഒരു ദിവസം ഞാൻ തിരിച്ചു വരും. മിയാവ്. അങ്ങനെ ഒരുവിധം പ്രശ്നം തീർന്നു. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തിരിച്ചു വാ. വന്നാലേ നിന്നെ ഞാൻ എലിയാക്കി മാറ്റും.